ഇറാന്റെ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായി 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലകളെ ഇറാൻ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ CIA ഇസ്രായേലിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ഫലസ്തീനിലെയും അതുപോലെ ലെബനാനിലെയും ഒക്കെയുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ശക്തമായ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളായിരിക്കും ഇനി ഉണ്ടാവുകയെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ സംഘങ്ങൾക്ക് പിന്നിൽ ഇറാൻ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുണ്ടാകുന്ന തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഇറാന്റെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാൻ തന്നെ നേരിട്ടുള്ള ശക്തമായ തിരിച്ചടികൾ നടത്തുക എന്നത് അവരുടെ ഒരു രീതിയാണ്. അമേരിക്കയും ഇസ്രയേലും ഒക്കെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി വളരെ കൃത്യമായി തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇറാന്റെ തിരിച്ചടികളിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈൽ പോലും തടുക്കാൻ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റഷ്യയുടെ D-Zone എന്നറിയപ്പെടുന്ന പത്രം പറയുന്നത് ഇറാൻ തിരിച്ചടിക്കുക എന്നത് തീർച്ചയായും ഉണ്ടാകും. ഇസ്രയേലിന്റെ ദൗർബല്യം എവിടെയാണ് എന്ന് കൃത്യമായി ഇറാൻ അറിയാം. ആ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യവും അതിശക്തവുമായ ആക്രമണം തന്നെയായിരിക്കും, തിരിച്ചടി തന്നെയായിരിക്കും ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുക. അതേസമയത്ത് അമേരിക്കയുടെ പത്രം സൂചിപ്പിക്കുന്നത് ഇറാന് നേരെ, അതായത് ഇറാന്റെ സിറിയയിലുള്ള കോൺസുലേറ്റ് ബിൽഡിങ്ങിന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം ഒരു നയതന്ത്രപരമായിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു പരാജയമാണ് എന്നാണ്. കാരണം ഇറാൻ ഇതിലൂടെ ആണവായുധങ്ങളിലേക്കുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സുലൈമാനിയെ വധിക്കുന്നത് മുഖേന ഇറാൻ ആണവായുധത്തിലേക്ക് നീങ്ങുകയും അത് ആ ഒരു അവസരം മുതലെടുത്ത് ആണവായുധം ശക്തിപ്പെടുത്താൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉപാധികളെയും ഇറാൻ വലിച്ചെറിഞ്ഞ് ആണവായുധത്തിലേക്ക് അഭയം പ്രാപിക്കുക എന്നതാണ് ഇറാൻ അതോടുകൂടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള തെറ്റുകളാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. അതെല്ലാം തന്നെ ഇറാന് ശക്തമായ ആണവായുധം നിർമ്മിക്കുന്നതിലേക്കും ആണവായുധ ശക്തിയായി വളരുന്നതിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പിഴവാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അതിശക്തമായ രൂപത്തിലാണ് റഷ്യ ഇസ്രായേലിനെ വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിനെതിരായിട്ടുള്ള കരട് ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ലക്ഷ്യമിട്ട ആ സംഭവത്തെ അതിനിശിതമായി അപലപിച്ചുകൊണ്ടുള്ള ഒരു കരട് പത്രക്കുറിപ്പ് ഐക്യരാഷ്ട്രസഭയിൽ റഷ്യൻ പ്രതിനിധി വിതരണം ചെയ്യുകയും ചെയ്തു. അതിശക്തമായ രൂപത്തിലാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന അടക്കമുള്ള ധാരാളം രാഷ്ട്രങ്ങൾ ഇതിനെ അപലപിച്ചു. അതേസമയത്ത് ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങൾ അപലപിക്കുന്നതിൽ നിന്ന് വിസമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അനന്തരഫലമായി വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് നിങ്ങൾ മോങ്ങരുത് എന്നാണ് അദ്ദേഹം അവരോട് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.